ബാംഗ്ലൂർ പോയി വന്നതിന് ശേഷം ചേച്ചി കുറച്ച് മര്യാദക്കാരിയാണ് കേട്ടോ. ഞാൻ പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ട്. അല്ലെങ്കിൽ മുടി കെട്ടുന്ന സമയത്തൊക്കെ അവൾക്ക് അവളുടെ ഇഷ്ടത്തിന് കെട്ടണം, ഞാൻ പറയുന്നത് പോലെയൊന്നും കെട്ടാൻ സമ്മതിക്കില്ല, അങ്ങനെയൊക്കെയാണ്. പക്ഷെ ഇപ്പം ഞാൻ പോയി വന്നപ്പോഴേ കുറച്ച് ദിവസം എന്നെ കാണാണ്ടൊക്കെ ഇരുന്നപ്പോൾ എൻ്റെ വാക്കുകൾക്കൊക്കെ ചെറിയ വിലയൊക്കെ കൽപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണുമ്പോൾ ഒരു സന്തോഷമാണ്. അപ്പോൾ വലിയ ഇടവാളെടുക്കുമ്പോൾ ഞാൻ പറയും, അമ്മ പൂട്ടാ, കണ്ണൻ ചണ്ണിയും കൊണ്ട് അമ്മ അങ്ങോട്ട് പൂട്ടാ ഇങ്ങോട്ട് പൂട്ടാന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ആൾ പറയും, വേണ്ടമ്മ ഞാൻ അമ്മ പറയുന്നത് കേട്ടോളാം, മര്യാദക്കാരി ആയിക്കോളാം എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ അങ്ങനെ നല്ല കുട്ടിയൊക്കെ ആയിട്ടാണ് ആൾ നിൽക്കുന്നത്. പിന്നെ രാവിലത്തെ കാര്യം പറയണ്ടല്ലോ, എന്നും ഒരു ഓട്ടപ്പാച്ചിലാണ്. അത് ഇപ്പോൾ കല്യാണിനെ മാത്രം റെഡിയാക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഇത് കണ്ണൻകുട്ടീനെ ഞാൻ കുളിപ്പിച്ചിട്ട് തന്നെയാണ് ഞാൻ സ്കൂളിലേക്കൊക്കെ പോകുന്നത്. ഞാനും കുളിക്കാറുണ്ട്. ഇപ്പോൾ 2 ദിവസമായിട്ട് ഞാൻ കുളിക്കാണ്ടാണ് പോകുന്നത്. കാരണം ഭയങ്കര മഞ്ഞു, എനിക്കും തീരെ വയ്യ. കണ്ണനും കല്യാണിനും വേഗം മേലൊക്കെ കഴിച്ച് ചൂടുവെള്ളത്തിൽ അങ്ങനെ. അപ്പോൾ അവൻ്റെയും കൂടെ ഫുൾ കാര്യങ്ങൾ ചെയ്യണം. അവന് ഫുഡ് കൊടുക്കണം, അവനും ഡ്രസ്സ് മാറ്റണം, അതൊക്കെ ചെയ്യണം. അപ്പോൾ അന്ന് കല്യാണിക്ക് സ്കൂൾ വിട്ട് വന്നപ്പോൾ ഒരു സർപ്രൈസ് ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് സിംഗപ്പൂർ ഒരു ചേച്ചി ഉണ്ട് കേട്ടോ, രമ്യ എന്ന് പറഞ്ഞിട്ട്. ഭയങ്കര ചേച്ചിയുടെ പോലെ തന്നെയാണ്. ഞങ്ങൾക്ക് ലാംഗ്വേജിൻ്റെ ഒക്കെ പ്രശ്നമൊക്കെ ഉണ്ട്. ചേച്ചി തമിഴാണ് പറയുക, ഞാൻ മലയാളമാണ്. പക്ഷേ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷനൊക്കെ നടക്കും. അപ്പോൾ ഭയങ്കരമായിട്ട് കാര്യമുള്ള ഒരു ചേച്ചിയാണ് കേട്ടോ. അപ്പോൾ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ ചേച്ചി രണ്ടാൾക്കൊരു ഗിഫ്റ്റ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ സിംഗപ്പൂരിൽ നിന്ന്. ഒരു 2 വാച്ചായിരുന്നു. വാച്ച് എന്ന് പറഞ്ഞാൽ സമയമൊന്നും നോക്കാൻ പറ്റില്ല, പക്ഷേ അങ്ങനെ ഭംഗിയിൽ ലൈറ്റൊക്കെ കത്തി നിൽക്കുന്ന ഒരു തരം വാച്ചായിരുന്നു. അപ്പോൾ കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചേച്ചി 2 ദിവസം മുന്നേ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവർക്ക് ഇത് അയക്കുന്നൊക്കെ ഉണ്ടെന്ന്. അങ്ങനെ ഞാനത് പാക്കറ്റൊക്കെ പൊട്ടിച്ച് കിട്ടി കൊടുത്തപ്പോൾ രണ്ടാളും ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. പമ്പരം പോലെ ഇങ്ങനെ കറങ്ങുന്ന രീതിയിലൊക്കെ അതിങ്ങനെ വെറുതെ തൊട്ട് കഴിഞ്ഞാൽ അത് ലൈറ്റൊക്കെ കത്തിട്ടു. അപ്പോൾ കണ്ണനാണെങ്കിൽ കണ്ണൻ്റെ ഡ്രസ്സിന് മാച്ച് തന്നെ കിട്ടി. കല്യാണിക്ക് ആ കളർ മതി എന്ന് പറഞ്ഞിട്ട് അവൾ അത് എടുത്തതാണ് കേട്ടോ. അപ്പോൾ ചേച്ചി ഇത് അയക്കുന്നതിൻ്റെ ഉദ്ദേശം വേറെ ഒന്നുമല്ല, രണ്ടാളും ചിരിക്കുന്നൊരു മുഖം ഒന്ന് ആൾക്ക് കാണണം, അതാൾക്ക് ഭയങ്കര സന്തോഷമാണ്. ഇവർ ചിരിച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞ രമ്യാൻ്റെ നിങ്ങളുടെ ചിരി കാണാൻ വേണ്ടിയിട്ടാണ് ഇത് അയച്ചെന്നത്, ചിരിക്കുന്നൊക്കെ പറയാൻ കേട്ടോ കല്യാണിയുടെ അടുത്ത്. പിന്നെ ആൾക്ക് അയച്ചു കൊടുക്കാനും ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾക്ക് എന്തായാലും മനസ്സ് നിറഞ്ഞു, ഇവർക്ക് എന്തായാലും മനസ്സ് നിറഞ്ഞു കേട്ടോ. അപ്പോൾ ഇത് കണ്ടു നിൽക്കുന്നത് നമുക്ക് സന്തോഷമല്ലേ.